CPIM പഴയ കോൺഗ്രസിനേക്കാൾ മോശമായെന്ന് UDF ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ. UDF ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചന്ദ്രമോഹൻ. മിക്കവാറും BJPക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്യുന്ന ആളുകൾ അവർ പോലും ആ പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷെ ഇടക്കാലത്ത് നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നിങ്ങൾ പഴയതുപോലെ ആയോ എന്ന് ചോദിക്കുന്ന CPM-കാരാണ്. പഴയതുപോലെ നമ്മളായില്ലെങ്കിലും CPM പഴയതിനേക്കാൾ മോശമായി, പഴയ കോൺഗ്രസിനേക്കാൾ മോശമായിട്ടാണ് CPM ഉള്ളത്. സുധാകരനും TK ഗോവിന്ദനുമൊക്കെ പാർട്ടിയുടെ ഹാർഡ് കോറിൽ തന്നെയായിരുന്നു ഇപ്പോഴുള്ളത്. അവരൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ശക്തമായിട്ട് അവർ എതിരായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനാധിപത്യ രീതി ഇപ്പോൾ അവർക്ക് നിർബന്ധമല്ല, അധികാരമാണ് അവർക്ക് പ്രധാനപ്പെട്ട പ്രശ്നം. പുതിയ തലമുറയിലെ കുട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ മക്കൾ ആരും തന്നെ കേരളത്തിൽ, ചിലപ്പോൾ ഇന്ത്യയിൽ പോലും പഠിക്കുന്നില്ല. അവരൊക്കെ വിദേശത്താണ്. അതിന് കാരണം കുടുംബപരമായി വന്നിട്ടുള്ള, സാമൂഹ്യപരമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ പുതിയ തലമുറ കണ്ടുപഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഴയതുപോലെ നമ്മുടെ വിജയരാഘവൻ, സഖാവ് വിജയരാഘവൻ പറഞ്ഞ പോലെ ബീഡിയും പരിപ്പോടെയൊക്കെയുള്ള കാലം മാറുന്നു. ഇനി അതൊന്നും വേണ്ട. നമ്മുടെ ഇവിടെ നാട്ടികയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന CC മൂന്നല്ല, ഇപ്പോഴത്തെ ഗീതാ ഗോപിയുടെ മകളുടെ മാരേജിനുള്ള സ്വർണത്തെ സംസാരിച്ചപ്പോൾ ജയദേവൻ MP പറഞ്ഞില്ലേ, സ്വർണ്ണമൊക്കെ കൊടുക്കേണ്ടി വരും. പഴയതുപോലെ ബീഡിയും പരിപ്പോടിയല്ല ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ നോക്കണത്. സ്വർണം കൊടുത്താലേ ചക്കന് കിട്ടുള്ളൂ, അത് കൊടുക്കും. അതിനെന്തിനെ പരാതി പറയണം? മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CS സൂരജ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CA ഗോപപ്രതാപൻ മുഖ്യ പ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥി CH റഷീദ്, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, UDF നേതാക്കളായ ജലീൽ വലിയകത്ത്, RP ബഷീർ, അരവിന്ദൻ പല്ലത്ത്, ഗോകുൽ ഗുരുവായൂർ, RV അബ്ദുൾ റഹീം, നിഖിൽ G കൃഷ്ണൻ, KPR റഷീദ്, KP ഉദയൻ, ബാലൻ വാറനാട്ട്, BK സുജിത്, നൌഷാദ് അഹമു, പ്രതീഷ് ഓടാട്ട് എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി CS സൂരജിനെയും ജനറൽ കൺവീനറായി RV ജലീലിനെയും തെരഞ്ഞെടുത്തു.